ആളോട് സംസാരിച്ച് വെറുതെ പ്രഷർ എന്നെ കൊണ്ട് എക്സ്റേ എടുപ്പിച്ചോ അതിൽ എടുക്കണം കേട്ടോ. എനിക്കടുത്ത് പോകുന്നതാണ്. സൗകര്യം ഇല്ലെങ്കിൽ ഞാൻ മേത്തിനാ വാങ്ങിച്ചു കേട്ടോ. വാങ്ങിച്ചു ആരെ പുറത്തേക്കാണ് ഇറങ്ങി. എന്നെ കലി എങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. കലി കാണിച്ചു ഇനിയും എക്സ്റേ എടുക്കേണ്ടി വരും. എന്താണ് വിചാരിച്ചിരുന്നത്? ഞാൻ പറഞ്ഞു ഒരു ഹോസ്പിറ്റലിൽ വെച്ച് കുട്ടിയെ വലിച്ച് ലാളിച്ച് നൈസായിട്ട് കഴുത്തിലുള്ള മാല പൊട്ടിച്ചെടുക്കാണ്. എടുത്തിട്ട് നമ്മളെ തൊണ്ടി മുതലും ദൃസാക്ഷി എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ അല്ലേ, അതേപോലെ അതങ്ങ് വീങ്ങിക്കളഞ്ഞു. ഈ സ്ത്രീ നിലമ്പൂരാണ് സംഭവം നടക്കുന്നത്. നിലമ്പൂരിലുള്ള ഒരു സ്ത്രീയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ സ്ത്രീ അത് വീങ്ങിയതിന് ശേഷം നമ്മളെ പോലീസുകാരുടെ ഒരു ഗതികേട് നിങ്ങൾ നോക്കണം. ഇവിടെ വെളിക്കിരിക്കണം നോക്കിയിട്ട് ദിവസങ്ങളായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ അവസാനം ശുചിമുറിയിൽ വെച്ചിത് പറയാൻ ഒരു ഉളുപ്പില്ലാത്ത കേസാണ്, നിവർത്തില്ല പറയാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ശുചിമുറിയിൽ വെച്ചിട്ട് ഈ മാല കിട്ടുകയാണ്. കിട്ടിയ പാടെ ഇവിടെ അത് ക്ലോസറ്റിലിട്ട് കഴിഞ്ഞ് ഫ്രഷ് ടാങ്ക് അടിച്ചാൽ ഞാൻ തെളിവ് കിട്ടിയാലല്ലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അതാണല്ലോ നമ്മളെ നിയമം. ഈ നിയമമൊക്കെ ഉണ്ടാക്കിയ മൊണ്ണന്മാർ ശരിക്ക് ഇതുപോലത്തെ പൊട്ട നിയമം ഉണ്ടാക്കി വെക്കും എന്നുള്ളതിൽ ഒരു എന്തെങ്കിലും ഒരു വകതിരിവ് കാണിക്കണം എന്ന് നമുക്ക് തോന്നി. കാരണം അവിടെയുള്ള പോലീസുകാരും എല്ലാവർക്കും അറിയാം ഇത് സത്യമായിട്ടുള്ള, ജഡ്ജിക്കാണെങ്കിലും എല്ലാവർക്കും മനസ്സിലാവും ഇതിൻ്റെ ഒരു സത്യാവസ്ഥ. ആ സ്ത്രീ അത് വിഴുങ്ങിയതിൻ്റെ സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ടാണ് നിങ്ങൾ ഇവിടെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സ്കാനിങ്ങിൽ കറക്റ്റ് കാണുന്നുണ്ട്. ഈ സ്കാനിങ്ങിലൊക്കെ ആ ഒരു കമ്മലും ഉണ്ട് എന്നാണ് പറയുന്നത്. ഇവിടെ സ്ഥിരം പരിപാടി ഈ സ്വർണം നല്ല പൈസ അല്ലേ, വിഴുങ്ങിക്കൂടെ. അത് കിട്ടിയാൽ ഈ വയറ്റിലുള്ളതിൻ്റെ ഒക്കെ സ്കാനിങ് ഒന്നും പോരാ തെളിവിന്. വയറ്റിന്ന് ഈ ഇവള് കളഞ്ഞിട്ട് അതിന്ന് എടുക്കുന്ന മാല കാണണം, എങ്കിലേ നമ്മളെ ജഡ്ജിക്ക് തൃപ്തിയാവുള്ളൂ എന്നാണ് തോന്നുന്നത്. എന്തൊരു ഗതികേട്. നമ്മളെ പോലീസുകാർ പാവം 4-5 ദിവസം ഇവളെ